മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ കോന്നി സ്വദേശിയായ പ്രഭാകരന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വീട്ടുകാർ വിട്ടുതന്നു. എൻ്റെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിലായിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ. ഞങ്ങളിപ്പോൾ ഇവിടെ താമസമായിട്ട് 10 വർഷമേ ആയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പലരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന കൂട്ടത്തിലാണ് ഇവിടുത്തെ ജോസ് മോന് ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇതിലെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവരൊക്കെ വേണ്ടെന്നത്ര പറഞ്ഞു, ചെയ്യണ്ടെന്ന്. അപ്പം പറഞ്ഞു അതല്ല, നമുക്കൊരു പുണ്യപ്രവൃത്തിയാണ്. എന്തിന് മണ്ണിൽ കുഴിച്ചിട്ട് ചെതിലെടുക്കുന്നു, അതുപോലെ തീ കത്തിച്ച് വെറുതെ കളയുന്നു, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന രീതിയാണ് ഇങ്ങനിപ്പം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി എൻ്റെ ബോഡി അങ്ങനെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിന് കൊടുത്തു. കോന്നിയിലല്ല, കോട്ടയം മെഡിക്കൽ കോളേജിന് കൊടുത്തു. അവിടുന്ന് രജിസ്ട്രേഷൻ കാർഡും ഒക്കെ വന്നു. എനിക്കും വന്നിട്ടുണ്ട്, അതിവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്ന്. അപ്പം ഞങ്ങൾ സമ്മതിക്കില്ല. ഞാനും ആങ്ങളെയും പറയും വേണ്ട, നമുക്ക് ഇഷ്ടംപോലെ വസ്തുവുണ്ട്, നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ നിന്നാൽ മതി, അല്ലെങ്കിൽ വേറെ മെഡിക്കൽ കോളേജിലൊന്നും പോകണ്ട. അപ്പം പറയും എൻ്റെ ബോഡി കത്തിച്ച് കളഞ്ഞാൽ എന്ത് കിട്ടാനൊക്കെ ഉണ്ട്, ഇതാകുമ്പോൾ 10 കുട്ടികളെങ്കിലും പഠിക്കട്ടെ, ജീവിച്ചിരിക്കുമ്പോഴും നന്മ ചെയ്തു, അതിൻ്റെ മരണശേഷം അത്രയും നന്മ ചെയ്തിട്ട് കടന്നു പോകുന്നതല്ലേ നല്ലതെന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. നമ്മളെത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിലേറെ ശക്തമായിട്ട് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു കൊടുക്കണമെന്ന്. അച്ഛൻ തന്നെയല്ല, അമ്മയും അതേപോലെ തന്നെ ചെയ്യാനുള്ള പേപ്പറുകളെല്ലാം ശരിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇവരിങ്ങനെ പോകുന്നതിൽ. പക്ഷേങ്കിൽ അവരുടെ ആഗ്രഹത്തിന് ഏറ്റവും അവസാനത്തെ ആഗ്രഹമാണ് അത് സാധിച്ചു തരണം. നിങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണം തരുന്നുണ്ട്, വസ്ത്രം തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. സുഖമായ ജീവിതമാണ് ഇതുവരെ ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷേങ്കിൽ മരണശേഷം ഞങ്ങളുടെ ശരീരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു വാശിപ്പുറത്താണ് ഇപ്പം ഇത് നടത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ ആ ഒരു ആഗ്രഹത്തിന് ഒത്തുനിന്ന് അതാണ്. അപ്പം അതുപോലെ മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്നെങ്കിൽ ആകട്ടെ, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം, ഇവിടെ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അപ്പം അതിനൊരു പ്രചോദനം എന്ന പോലെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അമ്മ അങ്ങനെ തന്നെ ചെയ്തിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിന് ദാനം എഴുതി വെച്ചിരിക്കുകയാണ്. താല്പര്യപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അത്ര ഒരു താല്പര്യമില്ല. മക്കളെന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ അമ്മയും അച്ഛനും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവണമല്ലോ. അവസാനം നമ്മുടെ കൺമുമ്പിൽ തന്നെ ദഹിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ അവർ അച്ഛനും അതേ വാശി, അതിനെക്കാട്ടി വാശിയോടാണ്. ഇപ്പോൾ ഈ അച്ഛനെ കൊണ്ടുപോയപ്പോൾ നമുക്ക് താങ്ങാൻ വയ്യാത്ത ദുഃഖമായിരുന്നു. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ വയ്യ. അപ്പോൾ അമ്മയെ നമ്മൾ വിട്ടു കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അമ്മ അതിലേറെ ശക്തമായിട്ട് എനിക്ക് പോയേ പറ്റൂ, ഞാൻ പോകും എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോഴും അമ്മയുടെ നിലപാട്. അമ്മയ്ക്കിത് ഒരു മാറ്റവും ഇല്ല. അച്ഛൻ്റെ അന്ത്യാഭിലാഷം ആണ് ബോഡി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് വിടുക എന്നുള്ളത്. അപ്പം നമ്മൾ കുറച്ച് ആദ്യം ഇതിനകത്ത് ഒപ്പിടാതെ നിന്നു. പക്ഷേ അച്ഛൻ്റെ അവസാനം ആഗ്രഹം സാധിച്ചു തരണം പറഞ്ഞ് നമ്മളെ പ്രഷർ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തു. അപ്പം അങ്ങനെ ബോഡി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിട്ടുകൊടുത്തത്. അമ്മയും ഇപ്പം ഈ ഇതേ നിലപാട് തന്നെ ഉറച്ചിരിക്കുകയാണ്. അതിലേക്ക് എന്താണ് പറയുന്നത്? അവരുടെ എല്ലാ ആഗ്രഹം ഇതാണ്. നമ്മളിപ്പം അവരുടെ അന്ത്യാഭിലാഷം നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ മക്കളെന്ന നിലയ്ക്ക്. അപ്പോൾ അതിൻ്റെ അകത്തും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അമ്മയുടെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ചേട്ടൻ പറയുന്നത്? എനിക്ക് പ്രഭാകരൻ്റെ ഏത് കാര്യത്തിനും ഫുൾ സപ്പോർട്ടാണ്. പുള്ളി ചിന്തിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ചിന്തിക്കാതൊന്നും പറയത്തുമില്ല, പ്രവർത്തിക്കത്തുമില്ല. ഇതുവരെ ഈ നിമിഷം വരെ അങ്ങനെ ആയിരുന്നു. അവസാന നിമിഷം അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. പ്രഭാകരൻ ചേട്ടൻ ഒരു ആ നല്ല മനുഷ്യനെ കുറിച്ച് എന്താണ്? നല്ലതേ പറയാനുള്ളൂ, പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും പറയാനില്ല. നല്ലതേ ഉള്ളൂ. എന്ത് കാര്യം നമുക്ക് ആർക്ക് വേണമെങ്കിലും പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി അതിന് കറക്റ്റ് ആൻസറാണ് പറയുന്നത്. ഇതുവരെ പുള്ളിയോട് ചോദിച്ചാൽ എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ അത്രയ്ക്കൊരു വിശ്വാസമായി. ഏത് കാര്യം പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി അത് കറക്റ്റായിട്ടേ പറയത്തുള്ളൂ. പുള്ളിക്ക് ആരോടും ഒരു വിദ്വേഷം ഇതൊന്നുമില്ല. പുള്ളി എല്ലാവരും ഒരേ ലെവലിലാണ് കാണുന്നത്. എപ്പോഴും പുഞ്ചിരിക്കുന്ന പോവാ, എപ്പോഴും ചിരിച്ചോടെ സംസാരിക്കത്തുള്ളൂ. ആരോടും ഇത്രയും വർഷമായിട്ട് ആരോടും ഒരു മോശമായിട്ട് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. പ്രഭാകരൻ ചേട്ടൻ ഇപ്പോൾ ഈ നിലപാട് ചെയ്തല്ലേ, ഇപ്പോൾ അതായത് സ്വന്തം മൃതശരീരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠനത്തിനായി കൊടുത്തു. അപ്പം തുടർന്ന് ഇതൊരു നല്ലൊരു ആശയം തന്നെ ആയിരുന്നു. നല്ല ആശയമാണ്. എനിക്കും അങ്ങനെ ചെയ്യാൻ ആഗ്രഹം. കാരണം വെച്ചാൽ പുള്ളി കാരണം ഒരുപാട് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരുണ്ട്. കാരണം വെച്ചാൽ ഇനി ഒത്തിരി പേർക്ക് പഠിക്കാമല്ലോ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി അടൂർ ഹോസ്പിറ്റലിൽ. ഈ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് എൻ്റെ വൈഫിൻ്റെ കൈ ഒടിഞ്ഞ് ചെന്നപ്പം
ആ സ്റ്റുഡൻ്റ് ഒന്നും അറിയത്തില്ല, പുള്ളിക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുത്താലല്ലയോ ഉള്ളു പഠിക്കാനൊരു ഇത് വരത്തുള്ളൂ. നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ ബോഡി കൊടുക്കാൻ നമുക്ക് വിഷമമാണ്, നമ്മുടെ വേണ്ടപ്പെട്ടവർ കൊടുക്കും. പക്ഷേ പ്രഭാകരനച്ഛൻ്റെ ബോഡി അപ്പം കൊടുക്കുന്നതായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ വിഷമമായിരുന്നു. പക്ഷേ നിരന്തരമായിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ജോസേ ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ, എൻ്റെ ബോഡി കൊടുക്കണം, നീ അതിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരണം. അങ്ങനെ ഞാൻ എന്നാൽ എനിക്ക് പിന്നെ ഞാൻ ശ്രദ്ധിച്ചു അച്ഛൻ്റെ ആ ഒരു കാരണം. കാരണം ഞാൻ മരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം, മറ്റുള്ളവർക്ക് എൻ്റെ ചാരം കൊണ്ടൊരു പ്രയോജനമില്ല. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബോഡി കൊണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റും, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും പുതുതലമുറയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് അറിവ് കിട്ടാനെ കൊണ്ട് എൻ്റെ ബോഡി ഉപയോഗമാകുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ആ ദൃഢമായിട്ടുള്ള സംസാരം കേട്ട സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഇതായി. അങ്ങനെ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് പ്രഭാകരൻ അച്ഛനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അവയവദാനം ചെയ്തിട്ടില്ല, ബോഡിയാണ് നമ്മൾ അവയവദാനം പറഞ്ഞതിനകത്ത് തെറ്റും കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി പേര് അങ്ങനെ കോന്നി തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 9 or 10 ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. 10 ബോഡി കൊണ്ടുപോയി. ഈ കഴിഞ്ഞ മാസം തന്നെ ഇവിടെ സൊസൈറ്റി 2 ബോഡി കൊണ്ടുപോയതേ ഉള്ളൂ. അങ്ങനെ നിരന്തരമായിട്ട് നമ്മൾ കൊണ്ടുപോകും. കാരണം ഇങ്ങനെ സന്നദ്ധരായിട്ട് വരുന്നവർക്ക് ഒരു പ്രചോദനമായിട്ടാണ് സൊസൈറ്റി EMS ചാരിറ്റബിൾ സൊസൈറ്റി കോന്നി നിൽക്കുന്നത്. കാരണം അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് സാധിച്ചു കൊടുക്കാം. കാരണം അത് ശരിക്കും പറഞ്ഞാൽ തിരിച്ച് നമുക്ക് തന്നെ കിട്ടുകയാണ്. കാരണം നമ്മുടെ പുതു തലമുറയ്ക്ക് തന്നെ അത് തിരിച്ച് കിട്ടുകയാണ്. നമ്മളിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പുതുതലമുറയ്ക്ക് നമുക്ക് ഇനി ഭാവിയിൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം. അപ്പോൾ നമ്മുടെ കിഡ്നിയും കരളും ഒന്നും നമ്മൾ കാണുന്നത് അതൊക്കെ ഈ പഠിക്കുന്നവർ കണ്ടാൽ മാത്രമേ അതിനുള്ള ചികിത്സകളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അവരത് കാണേണ്ടതും അവരത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. സമൂഹം എന്ന നിലയ്ക്കും അതിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി അതിനത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രഭാകരനച്ഛനും അത് തോന്നി. അങ്ങനെയാണ് സമൂഹത്തിന് നല്ലൊരു വെളിച്ചമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഒരു സന്ദേശമാണ് പ്രഭാകരനച്ഛൻ ഈ ബോഡി ദാനം ചെയ്തതിലൂടെ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മരിക്കാത്ത ഓർമ്മകളുമായി പ്രഭാകരൻ ചേട്ടൻ ഈ അമ്മയുടെയും ഈ മക്കളോടൊപ്പം എന്നും ഉണ്ടാകും. പ്രഭാകരൻ ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.